സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറങ്കോണം കുര്യൻസ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചിരിക്കും. കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം. പാഞ്ഞാൾ ALP സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ചു. വികസനത്തിന് CSR ഫണ്ട് മുതൽക്കൂട്ട്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കീഴിലം ALP സ്കൂളിൽ സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നവംബർ 4-ാം തീയതി ഇന്ന് നടന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്ന ഈ പുതിയ കെട്ടിടം ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CSR ഫണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് തോന്നിയിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ നമ്മുടെ സ്കൂളിൽ പൈസ വയ്ക്കാൻ പറ്റും, MLA ഫണ്ടിൽ വയ്ക്കാൻ പറ്റും. അപ്പോഴാണ് CSR ഫണ്ടിൽ വയ്ക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിച്ചത്. അങ്ങനെയാണ് നമ്മുടെ പിന്നോക്ക വികസന കോർപ്പറേഷൻ അതിന് സാധ്യതയുണ്ട്. ലാഭത്തിന് 2% നമുക്ക് കൊടുക്കാൻ കഴിയും. നമ്മൾ ആവശ്യപ്പെട്ടത് 50 ലക്ഷം രൂപയാണ്. പക്ഷേ CSR ഫണ്ട് അന്ന് 35 ലക്ഷമാണ് തരാണ്. അപ്പോൾ 15 ലക്ഷം ബാക്കിയുണ്ടായി. ഇനി 15 ലക്ഷം ബാക്കിയുണ്ട്. 15-ലല്ല പോരാ. പക്ഷേ എൻ്റെ പറഞ്ഞു അതിൻ്റെ നമ്മൾ ഉണ്ടാക്കിയ കെട്ടിടത്തിന് മുകളിൽ ഇനി പണിയണമെങ്കിൽ അധികം ചെലവില്ല. കാരണം താഴെ ഫൗണ്ടേഷൻ കെട്ടി വന്നതാണ്. മുകളിലേക്ക് വരുമ്പോൾ ഈ കെട്ടിടത്തിന് നമുക്ക് അധികം പൈസ ഇല്ല. എത്രയാവും ഏകദേശം? 15 തൊട്ട് 20 വരെ ഉണ്ടാക്കി തരാമെന്ന് നേരത്തെ പറഞ്ഞ 50-ലേക്ക് കൂടെ ഒരു 5 കൂടി കൂട്ടി ഒരു 25 ലക്ഷം. 15-ൽ 5 കൂടിയാൽ ചേലക്കര MLA യുവ പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KSB CDC ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച K രാധാകൃഷ്ണൻ വികസന പ്രവർത്തനങ്ങൾക്കായി CSR ഫണ്ട് വിനിയോഗിച്ചതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. MLA ഫണ്ടിൽ നിന്നോ സാധാരണ ബഡ്ജറ്റിൽ നിന്നോ തുക അനുവദിക്കാൻ സാധിക്കാത്ത ഘട്ടത്തിലാണ് CSR ഫണ്ടിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയത്. ലാഭത്തിന്റെ 2% CSR ഫണ്ടായി നൽകാനുള്ള കോർപ്പറേഷന്റെ തീരുമാനമാണ് ഈ വികസനത്തിന് സഹായകമായത്. കെട്ടിടത്തിനായി 50 ലക്ഷം രൂപയാണ് ആദ്യം ആവശ്യപ്പെട്ടതെങ്കിലും ആദ്യഘട്ടത്തിൽ 35 ലക്ഷം ലഭിച്ചു. താഴെത്തട്ടിൽ ശക്തമായ ഫൗണ്ടേഷനോട് കൂടി പണിത കെട്ടിടത്തിന്റെ മുകൾ ഭാഗം പൂർത്തിയാക്കുന്നതിനായി ഇനിയും അധിക തുക ആവശ്യമുണ്ടെന്നും ഇതിനായി ഏകദേശം 25 ലക്ഷം രൂപയോളം കൂടി ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം സദസ്സിനെ അറിയിച്ചു. ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ, വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും KSB CDC അസിസ്റ്റന്റ് ജനറൽ മാനേജർ വേണുഗോപാൽ PN, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് മെമ്പർ KV പ്രകാശൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് കുമാർ TK, AEO ഷീജ കുനിയൽ, PTA പ്രസിഡന്റ് രതീഷ് PV തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ALPS കീഴിലം HM ബിന്ദു VS നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് CCV.